പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായേക്കും. സ്റ്റാർലിങ്കിന് അനുമതി നൽകുന്നതിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. മണ്ഡല പുനർനിർണയം അടക്കമുള്ള വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. ആവശ്യങ്ങൾ തള്ളിയാൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, പാർലമെന്റിൽ ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം? ബൽറാം. ഉന്മേഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായി തന്നെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം ഇന്നും പാർലമെന്റിൽ ഉയരും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രതിപക്ഷത്തിന്റെ സംയുക്ത യോഗത്തിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ഉണ്ടായിരുന്ന വിഷയങ്ങൾക്കപ്പുറമായി സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ചർച്ചയ്ക്കായി ഇന്ന് ഉയർന്നു വരും എന്നാണ് പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. സ്റ്റാർലിങ്ക് വിഷയത്തിൽ വിശദമായ ചർച്ച ആവശ്യപ്പെടാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഒപ്പം തന്നെയാണ് ത്രിഭാഷയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ. ഈ വിഷയത്തിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം പ്രത്യേകിച്ച് DMK-യുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ആ പ്രതിഷേധങ്ങൾ തുടരും. ഒപ്പം തന്നെയാണ് മറ്റ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ചർച്ച ആവശ്യപ്പെട്ട് തുടർച്ചയായി നോട്ടീസ് നൽകിയെങ്കിലും ഇരു സഭകളിലും അധ്യക്ഷന്മാർ അത് ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിൽ പ്രതിപക്ഷത്തിന് കടുത്ത എതിർപ്പ് ഉണ്ട്. കഴിഞ്ഞ ദിവസം രാജ്യസഭാ അധ്യക്ഷനെ നേരിൽ കണ്ട് ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷാംഗങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ ഈ നാഗ്പൂരിലെ കലാപവുമായി ബന്ധപ്പെട്ട വിഷയവും ചർച്ച ആവശ്യപ്പെട്ട് ഇന്ന് കോൺഗ്രസ് അംഗങ്ങൾ നോട്ടീസ് നൽകുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ വിഷയം സഭയ്ക്കകത്തും പുറത്തും ചർച്ചയാക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉള്ളത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.